ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയിലെത്തിയ F-35 എന്ന അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന യുദ്ധവിമാനം ഇന്ത്യൻ എയർപോർട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെ ഇപ്പോൾ ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഒടുവിൽ എല്ലാം ഒരുപാട് സമയമെടുത്തിട്ടാണ് ബ്രിട്ടൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ഹാങ്ങറിലേക്ക് മാറ്റാൻ അവർക്ക് ഭയമായിരുന്നു. കാരണം അവരുടെ സാറ്റലൈറ്റിൻ്റെ നിരീക്ഷണ കണ്ണിൽ തന്നെ അത് വേണം എന്നുള്ളൊരു വാശിയായിരുന്നിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഈ F-35Bയുടെ ഭാരം ഏകദേശം 27 ടണ്ണാണ്. ഈ ഭാരത്തിന് പ്രതിദിനം ഒരു ദിവസം 26,261 രൂപ പാർക്കിംഗ് ഫീസ്. പക്ഷേ ആ നക്കാപ്പിച്ച വേണ്ടെന്ന് വയ്ക്കുമെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ഹാങ്കറിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ 12 ദിവസത്തിന് ശേഷമാണ് ബ്രിട്ടൻ സമ്മതിച്ചത്. പ്രിയൻ പറഞ്ഞ പോലെ അവർക്ക് പേടിയായിരുന്നു. യുദ്ധവിമാനം പറന്ന് തന്നെ മടങ്ങാനുള്ള ശ്രമമാണ്. ഹാങ്കറിൽ തൂക്കിക്കൊണ്ടുപോകത്തില്ല. അപ്പോൾ VIP വിമാനങ്ങൾക്ക് ഇനി തിരുവനന്തപുരത്തേക്ക് വരാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ യുദ്ധവിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റും. F-35B വിമാനം UK-യിലേക്ക് എയർലിഫ്റ്റ് ചെയ്യില്ലേ, ആദ്യ ഘട്ടത്തിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞാൽ. ഇതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുന്നത്. ബ്രിട്ടൻ നേവിയുടെ വിമാനം ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമെന്നതിൽ തീരുമാനമായിട്ടില്ല. ഈ തുച്ഛമായ പൈസ വേണ്ട എന്നാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ F-35നെ എയർലിഫ്റ്റ് ചെയ്ത് UK-യിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു. തൽക്കാലം ഇത് വേണ്ടെന്ന് വെച്ചതാണ് സൂചന. 15-ന് വിമാനം റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും 12 ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാന വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ലെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ആയതുകൊണ്ടാണ് ഇത്രയും ക്ഷമയോടൊക്കെ കാത്തത്. മറ്റൊരു രാജ്യമാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. വിമാനത്തിൻ്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത്. F-35B വിമാനത്തിൻ്റെ ഭാരം ഏകദേശം 27 ടണ്ണാണ്. ഈ കണക്കനുസരിച്ച് പ്രതിദിനം ഏകദേശം 26,261 രൂപ പാർക്കിംഗ് ഫീസായി വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപ്പോൾ അത് 12 ദിവസത്തേക്കാകുമ്പോൾ ഏകദേശം 3,15,000 രൂപ വരും. ഇത് വളരെ ചെറിയ തുകയാണ്. ഇതിനു വേണ്ടി വില പേശേണ്ടതില്ലെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നിലപാട്. അദാനിയെയും ഇത് അറിയിക്കും. ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. ഇന്ത്യയും UK തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിൻ്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ വിമാനത്താവളത്തിലെ VIP വിമാനങ്ങൾക്കായി നീക്കിവെച്ച ബേ 4-ലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഫോഴ്സ് വിമാനത്തിന് കർശന സുരക്ഷയും ഒരുക്കുന്നുണ്ട്. ഇത് കാരണം മറ്റ് VIP വാഹനങ്ങൾ ഇറങ്ങാനുള്ള പ്രതിസന്ധിയുണ്ട്. ഇത് പരിഗണിച്ചാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനുള്ളൊരു തീരുമാനം എടുത്തത്. വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയും മറ്റ് രഹസ്യവിവരങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചു. പക്ഷേ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് മാറ്റിയേ മതിയാകുമെന്ന് ബ്രിട്ടനെ ഇന്ത്യ അറിയിക്കുകയായിരുന്നു. ഇത് അംഗീകരിച്ചു. ഹാങ്ങർ യൂണിറ്റിൽ മറ്റു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാതെയാകും യുദ്ധവിമാന തകരാർ പരിഹരിക്കുക. വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടി എത്തിയ ശേഷം ഹാങ്ങറിലേക്ക് മാറ്റും. ഈ മാസം 15-നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കിയത്. തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ്റെ എഞ്ചിനീയർമാരായിരിക്കും എത്തുക. ഇവർ യാത്രയ്ക്കായി കേന്ദ്ര അനുമതിയും തേടിയിട്ടുണ്ട്. വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നാണ് വിവരം. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാനായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് വിമാനമാണ്. F-35 എന്ന് പറയുന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു യുദ്ധവിമാനം. അപ്പോൾ ഇതിന് വലിയ കഴിവുകളൊക്കെ ഉണ്ട്. ഈ പറയുന്ന റഡാർ സംവിധാനത്തിലൊക്കെ കണ്ണിൽ പെടാതെയൊക്കെ പറന്നു പോകാനും ആക്രമണം നടത്താനും ഒക്കെയുള്ള ശേഷി, ദീർഘദൂരം പറക്കാനും അതിവേഗത്തിൽ സഞ്ചരിക്കാനും ഒക്കെയുള്ള കഴിവ്, ഇതെല്ലാം തന്നെ ഈ വിമാനത്തിനുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യേകതകളാണ്. അമേരിക്കൻ യുദ്ധവിമാനമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ F സീരീസിൽ വരുന്ന F-15, F-16 അങ്ങനെ വരുന്ന ഒരു സീരീസിൽ പെടുന്ന ഒരു വിമാനമാണ്. നമുക്കിത് തരാമെന്ന് അമേരിക്ക ഓഫറൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമ്മളത് വാങ്ങിയില്ല. പകരം നമ്മൾ Su-57 സുഖോയ് വിമാനമാണ് നമ്മൾ വാങ്ങാനായി റഷ്യയുമായിട്ട് ഏതാണ്ട് ധാരണയിലായിരിക്കുന്നത്. അത് ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ 5ാം തലമുറയിൽപ്പെടുന്ന യുദ്ധവിമാനം ഇന്ത്യക്ക് ലഭിക്കും. ഇതിനേക്കാൾ കുറച്ചുകൂടി മികവ് പുലർത്തുന്ന യുദ്ധവിമാനമാണ്. അതുപോലെ F-35 നമ്മൾ വാങ്ങാനിരുന്നപ്പോൾ അമേരിക്ക ഈ പ്രപ്പോസൽ വെച്ചപ്പോൾ അവർ നമുക്ക് ഇതിൻ്റെ സോഴ്സ് കീ തരില്ല എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഇതിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യ കൈമാറില്ല. പക്ഷേ റഷ്യ അവരുടെ നിർമ്മാണ സാങ്കേതിക വിദ്യ നമുക്ക് കൈമാറാനുള്ള ഒരു ധാരണയും
നമ്മൾ തമ്മിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്, യുദ്ധവിമാനം കിട്ടുന്നതാണ് ഏറ്റവും ഗുണകരം. കാരണം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൂടി ലഭിച്ചാൽ മാത്രമേ നമുക്ക് മറ്റ് നമ്മളുടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ കൂടി നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ F-35 ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ അതിന് പിന്നിൽ പറഞ്ഞു. ഒന്ന്, ഇന്ധനം തീർന്നതോ അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രശ്നമോ സാങ്കേതിക തകരാറോ ഒന്നുമല്ല, പകരം ഇത് ഇന്ത്യയുമായിട്ടുള്ള നാറ്റോയുടെ ബന്ധം എങ്ങനെയെന്ന് വിലയിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വിമാനം എത്തിയത്. ഇന്ത്യ എങ്ങനെ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൽ ഈ നാറ്റോ സഖ്യകക്ഷിയെ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ കൂടി നിലപാടറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ യുദ്ധവിമാനം ഇന്ത്യയിൽ എത്തിയത് എന്നൊരു തിയറി പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞത് ഇന്ത്യ ഇതിൻ്റെ റഡാർ സംവിധാനത്തിൽ നമ്മുടെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇതിനെ ജാമാക്കി ഇതിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിനെ താഴെയിറക്കിയെന്നാണ്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെന്നല്ല ഒരു സാങ്കേതിക വിദ്യയും അത്തരത്തിൽ ഒരു പറന്നു പോകുന്ന ഒരു വിമാനത്തിനെ, ഒരു ഫൈറ്റർ ജെറ്റിനെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ജാമാക്കാനോ അതിൻ്റെ നിയന്ത്രണം കൈപ്പിടിയിലാക്കാനോ ഒന്നും കഴിയില്ല. ഈ പറയുന്ന ഡ്രോണുകളിലൊക്കെയുള്ള റേഡിയോ ഫ്രീക്വൻസികൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഈ പറയുന്ന അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെയൊക്കെ തകിടം മറിച്ച് അതിൻ്റെ സാങ്കേതിക സംവിധാനത്തെ ഇല്ലാതാക്കി അങ്ങനെയാണ് അത്. കാരണം സ്വയം പറക്കുന്നതല്ലേ, ഒരാൾ പറത്തുന്നതല്ലല്ലോ ഡ്രോണുകൾ. ഡ്രോൺ എന്ന് പറയുന്നത് ആളില്ലാ വിമാനങ്ങളാണല്ലോ. അപ്പോൾ അത്തരത്തിൽ വരുന്നതിൻ്റെ ഈ റിമോട്ടിംഗ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കി തകർക്കാൻ കഴിയും. പക്ഷേ ഒരു യുദ്ധവിമാനത്തിനെ ഒരിക്കലും അങ്ങനെ കഴിയില്ല. പ്രത്യേകിച്ച് F-35 പോലുള്ള ഒരു യുദ്ധവിമാനത്തിന് വളരെ മികവുകളൊക്കെ ഉള്ള ഒരു യുദ്ധവിമാനമാണ്. നിന്ന് തന്നെ അതായത് ഒരു ഹെലികോപ്റ്റർ ഏത് വിധത്തിൽ പറന്നു വരുമോ അതേ രീതിയിൽ പറന്നുയരാനും പറന്നിറങ്ങാനും ശേഷിയുള്ള ഒരു യുദ്ധവിമാനമാണത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച സാങ്കേതിക വിദ്യകളൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് അനുമാനിക്കാം, ഇപ്പോൾ അതിൻ്റെ സാങ്കേതിക തകരാർ തന്നെയാണ് കാരണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിദഗ്ധരെത്തി അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് അതിനെ തിരിച്ച് പറത്തിക്കൊണ്ട് പോകാൻ. കാരണം പറത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഒരു അപമാനത്തിൻ്റെ ഇഷ്യൂ കൂടിയുണ്ട്. അതായത് ഇതിനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ അമേരിക്കൻ യുദ്ധവിമാനം, തീർന്നു. അത് പറന്നു വന്നപ്പോൾ കേടായി വന്ന് ഇന്ത്യയിൽ ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് അതിനതായിപ്പോൾ കെട്ടിവലിച്ച് കൊണ്ടുപോയി. അപ്പോൾ നാണക്കേടാണത്. അപ്പോൾ അങ്ങനെ ഒരു നാണക്കേട് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വിദഗ്ധരെത്തിയിട്ട് ഇതിൻ്റെ പ്രശ്നം പരിഹരിച്ച് ഇതിനെ പറത്തി തന്നെ കൊണ്ടുപോകും. അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. കാരണം ഇന്ത്യൻ ഹാങ്ങറിലേക്ക് മാറ്റേണ്ടി വന്നു, ഗതിയില്ല. 12 ദിവസമായി അത് റൺവേയിൽ കിടക്കുകയായിരുന്നു. അവിടെ എന്താ ഇന്ത്യൻ ഹാങ്ങറിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അപ്പോൾ അവർക്ക് അവരുടെ ഇത് മുറ വെച്ച് മാറി ഇതിനെ കാവൽ നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ അത്തരം ഇവരുടെ സാങ്കേതിക വിദ്യ മോഷ്ടിക്കാനോ ഇല്ലെങ്കിൽ അത് ചോർത്താനോ ഒന്നും ഇന്ത്യ മെനക്കെടാറില്ല. ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ അങ്ങനത്തെ ഒരു രാജ്യമല്ല. ഇന്ത്യയുടേതായ രീതിയിൽ മുന്നോട്ട് പോവുകയും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുകയും ചെയ്യുന്ന പതിവാണ് നമുക്കുള്ളത്. പക്ഷേ ഇവിടെ അമേരിക്കയ്ക്കും ഈ പറയുന്ന ബ്രിട്ടനുമൊക്കെ വലിയ ആശങ്കയുണ്ട്. അവരുടെ സാങ്കേതിക വിദ്യ ചോരുമോ, ഇതിൻ്റെ ടെക്നോളജി ഇന്ത്യ കണ്ടെത്തുമോ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടെത്താൻ കഴിയുന്നതോ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കി കോപ്പി അടിക്കാൻ കഴിയുന്നൊന്നും അല്ലല്ലോ സാങ്കേതിക വിദ്യകൾ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അവർക്ക് വലിയ അപമാനമുണ്ടാകും ഈ വിമാനത്തിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകേണ്ടി വന്നാൽ. അതുകൊണ്ട് അവർ പറത്തി തന്നെ കൊണ്ടുപോകും. എന്തായാലും ഇന്ത്യയുടെ തീരുമാനത്തിലേക്ക് ബ്രിട്ടൻ എത്തിയിരിക്കുന്നു, ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അധികം വൈകാതെ ഇത് പിഴവുകളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് പറന്നു പൊങ്ങും, ഇവിടെ നിന്ന് മടങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.